നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്താ സർ, സാറിന് എന്നോട് എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് പ്രിയനോട് ഞാൻ എപ്പോഴും പറയാറുള്ളത് തന്നെയാ. പാർവതിയോടുള്ള എന്റെ പ്രണയം. എനിക്കാദ്യം പ്രിയനോടൊരു സോറി പറയണം. സാറെന്തിനാ എന്നോട് സോറി പറയുന്നത്? പാർവതിയുടെ മുന്നിൽ എന്റെ മനസ്സ് തുറക്കാൻ പ്രിയൻ എനിക്ക് 2 സിറ്റുവേഷൻസ് ഉണ്ടാക്കി തന്നു. കഴിഞ്ഞ ദിവസം റോഡിൽ വെച്ചും പിന്നെ ഇന്ന് കാലത്തും. പ്രിയൻ കൂടെ വരാതെ ഒഴിഞ്ഞു മാറിയപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി. സാർ അവളോട് പ്രണയം തുറന്നു പറഞ്ഞു? ഇല്ല, 2 ചാൻസസും ഞാൻ നഷ്ടപ്പെടുത്തി. എന്റെ പ്രണയം സക്സസ് ആവാൻ പ്രിയൻ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. പക്ഷെ പ്രിയൻ ഉണ്ടാക്കി തരുന്ന സിറ്റുവേഷൻസ് കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ എനിക്ക് കഴിയുന്നില്ല. അതിനാ ഞാൻ പ്രിയനോട് സോറി പറഞ്ഞ. പക്ഷേ ഇനി ഒരു ചാൻസ് കിട്ടിയാൽ ഞാനത് നഷ്ടപ്പെടുത്തില്ല. പ്രിയൻ ക്യാഷ് തന്ന് സഹായിച്ചത് ഞാനാണെന്ന് പാർവതിയോട് പ്രിയൻ പറഞ്ഞിട്ടില്ലല്ലോ? ഇല്ല സർ. 10 ലക്ഷം രൂപയല്ലേ? അത്രയും വലിയ എമൗണ്ട് ആരും വെറുതെ കൊടുക്കില്ലല്ലോ. അതുകൊണ്ട് അവളെ ഹെൽപ്പ് ചെയ്തത് ഞാനാണെന്ന് അവൾക്ക് സംശയം തോന്നിയിട്ടുണ്ടാവൂ. ഈ നിമിഷം വരെ അങ്ങനൊരു തോന്നൽ അവൾക്ക് ഉണ്ടായിട്ടില്ല. പ്രിയന് എന്താ ഇത്ര ഉറപ്പ്? അവളെ സഹായിച്ചത് ഗന്ധർവനാണെന്നാ അവള് വിശ്വസിച്ചിരിക്കുന്നത്. ഗന്ധർവനോ? 10 ലക്ഷം രൂപ കൊടുത്ത് അവളെ സഹായിച്ചത് ഗന്ധർവനാണെന്നാണ് അവൾ വിശ്വസിച്ചിരിക്കുന്നത്? അതെ സർ. എന്റെ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയതാണെന്ന് ഞാൻ അവളോട് പലതവണ പറഞ്ഞു. പക്ഷെ ഞാൻ എത്ര പറഞ്ഞിട്ടും അവള് വിശ്വസിക്കുന്നില്ല. ഗന്ധർവനല്ലാതെ വേറെ ആരും അത്രയും വലിയ തുക നൽകി അവളെ സഹായിക്കില്ലെന്ന അവളുടെ വിശ്വാസം. ഇതാണ് അവളുടെ ഒരു കുഴപ്പം. ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അവൾക്ക് ഇപ്പോഴും ആ ഗന്ധർവന്റെ വിശ്വാസം. അവൻ ചത്തു മലിച്ച് കിടക്കുന്നത് അവൾ അവളുടെ കണ്ണുകൊണ്ട് കണ്ടല്ലേ? എന്നിട്ടിപ്പോഴും ഗന്ധർവൻ ഗന്ധർവൻ ഗന്ധർവൻ. സർ, മരിച്ചു പോയത് നന്ദനല്ലേ, ഗന്ധർവനല്ലല്ലോ. ഗന്ധർവൻ എന്ന് പറഞ്ഞല്ലേ അവൻ അവളെ പാട്ടിലാക്കിയത്? ഗന്ധർവന്റെ പേരിലല്ലേ അവൾ ഈ കണ്ട പ്രശ്നങ്ങളെല്ലാം ഫേസ് ചെയ്യേണ്ടി വന്നത്? എന്നിട്ടിപ്പോഴും അവളുടെ മനസ്സിൽ ഗന്ധർവൻ തന്നെ. ഗന്ധർവൻ ഇത്രയധികം വിശ്വസിക്കാൻ അവൻ അവൾക്ക് എന്താ ചെയ്തു കൊടുത്തത്? അവളുടെ നാട്ടിൽ പോയി അവളുടെ സൈക്കിൾ കട്ടുകൊണ്ടുവന്ന് അവൾക്ക് കൊടുത്തോ? അതാണ് ഇത്ര വലിയ ആനക്കാര്യം. എന്തൊക്കെയോ ചെറിയ ചെറിയ സമ്മാനങ്ങൾ, 4-5 പ്രേമലേഖനം, ഇതൊക്കെയാണ് ഗന്ധർവൻ അവൾക്ക് നൽകിയത്. അതൊക്കെ അയച്ചു കൊടുത്തോടെ പാർവതിയുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടോ? ഇല്ലല്ലോ. എന്നിട്ടും ഗന്ധർവൻ എന്ന് പറഞ്ഞ് അവൾ തുള്ളിച്ചാടുന്നു, കളിപ്പാട്ടം കിട്ടിയ കുട്ടിയെ പോലെ. പാർവതിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ അവളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ആദ്യം പരിഹരിക്കപ്പെടണം. അത് പരിഹരിക്കാൻ ഗന്ധർവനെ കൊണ്ട് കഴിയില്ല, എന്നെ കൊണ്ട് മാത്രമേ കഴിയൂ. 10 രൂപയുടെ വളയും 100 രൂപയുടെ ഏർപ്പില്ലയും വാങ്ങിക്കൊടുക്കുന്നതല്ല പ്രണയം. അവളുടെ വിഷമങ്ങളും ആവശ്യങ്ങളും കണ്ടറിഞ്ഞ് സഹായിക്കണം, അതാണ് പ്രണയം. 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടി പാർവതി നെട്ടോട്ട് ഓടുമ്പോ ഗന്ധർവൻ അവളെ സഹായിച്ചോ? പാർവതി സഹായിക്കാൻ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും ക്രെഡിറ്റ് ഗന്ധർവനാ. പാർവതിക്ക് വേണ്ടി 10 ലക്ഷമല്ല, എത്ര ലക്ഷം വേണമെങ്കിലും ഞാൻ കൊടുക്കും. 10 രൂപ കൊടുത്ത് സഹായിക്കാൻ ഗന്ധർവന് കഴിയില്ല. അതുകൊണ്ടല്ലേ പാർവതി കരയുന്ന കണ്ടിട്ട് അവൻ ഇരട്ട തൊളിച്ചത്. ഗന്ധർവന് ഒരു ചുക്കും ചെയ്തു കൊടുക്കാൻ കഴിയില്ല. ഞാൻ പറയുന്നത് പ്രിയന് മനസ്സിലാവുന്നുണ്ടോ? കൈലാഷ് സാറ് പറഞ്ഞ ഓരോ വാക്കും എനിക്ക് മനസ്സിലായി. എനിക്ക് മാത്രമേ അത് മനസ്സിലാവൂ. ഗുഡ്. പ്രിയൻ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. പാർവതിയുടെ മനസ്സിൽ നിന്ന് ഗന്ധർവനെ പൂർണ്ണമായിട്ട് മാച്ചു കളയണം. മറ്റൊരാളെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു പെൺകുട്ടിയോട് ഞാൻ എങ്ങനെ എന്റെ പ്രണയം തുറന്നു പറയും? അതുകൊണ്ടാ ഞാൻ പ്രിയനോട് റിക്വസ്റ്റ് ചെയ്യുന്ന, ഇനി മുതല് പാർവതിയുടെ മനസ്സിൽ ഗന്ധർവൻ ഉണ്ടാവരുത്. വേരോട് പിഴുതു മാറ്റണം. പ്രിയന് മാത്രം അതിന് കഴിയൂ. എനിക്ക് വേണ്ടി പ്രിയൻ ഇത് ചെയ്യണം. പറ്റില്ലെന്ന് പറയരുത് പ്ലീസ്. ഞാൻ ചെയ്യാം സർ. പാർവതിയുടെ മനസ്സിൽ നിന്ന് ഗന്ധർവനെ ഞാൻ വേരോടെ പിഴുതു മാറ്റും. താങ്ക്സ് പ്രിയൻ. താങ്ക് യു സോ മച്ച്.